ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് മൊഡ്യൂൾ 1 IoT ആർക്കിടെക്ചറിൻ്റെ വാട്ട് ഈസ് IoT എന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ജെനസിസ് ഓഫ് IoT ഏതൊക്കെയായിരുന്നു? ജെനസിസ് ഓഫ് IoT, കണക്ടിവിറ്റി, നെറ്റ്വർക്ക് ടെക്നോളജി, ഇമേഴ്സീവ് എക്സ്പീരിയൻസസ് ആൻഡ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. നമ്മൾ പറഞ്ഞു അല്ലേ, കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിജിറ്റൈസ് ആക്സസ്. നമ്മുടെ ആക്സസിനെ നമുക്കൊരു എന്താ പറയുന്നത്, ഇമെയിൽ ഒരാളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഒരു കോൺവെർസേഷൻ, ഒരു ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ വെബ് ബ്രൗസർ, സെർച്ച്, ഇങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ആക്സസ് അവിടെ കൊടുക്കുക. അതായിരുന്നു അവിടെ ഡിജിറ്റൈസ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ബിസിനസ്, അതുവഴി നമുക്ക് ഒരു ആക്സസ് അവിടെ ഉണ്ടായി കഴിഞ്ഞപ്പം അതുവഴി എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ ബിസിനസ് ചെയ്യാം, അതിനെക്കുറിച്ചായി. അതാണ് ഡിജിറ്റൈസ് ബിസിനസ്. നെക്സ്റ്റ് വന്നാണ് ഡിജിറ്റൈസ് ഇൻട്രാക്ഷൻസ് ആൾക്കാർ തമ്മിൽ കണക്ഷൻ, സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ മൊബിലിറ്റി, ക്ലൗഡ്, വീഡിയോ, ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസിനെ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടി വന്നു. നെക്സ്റ്റ് എന്താണ്? ഡിജിറ്റൈസ് വേൾഡ്. നമ്മൾ ലോകത്തിനെ തന്നെ ഡിജിറ്റൈസ് ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് വന്നു അല്ലേ. അതായത് കണക്റ്റിംഗ് പീപ്പിൾ, പ്രോസസ്, ഡാറ്റ, തിങ്സ് എല്ലാത്തിനെയും കണക്ട് ചെയ്യുക. ഈവൻ ഒരു ഡിവൈസിനെ അല്ലെങ്കിൽ ആൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്യുക, ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള നമ്മൾ എന്താണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൈസ് ദ വേൾഡ്. ലോകത്തിനെ തന്നെ ഒരു കണക്ട് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ ആ ഒരു ലാസ്റ്റ് ഫേസിൽ വന്നത്. അപ്പോൾ ഇതാണ് എവല്യൂഷണറി ഫേസസ് ഓഫ് ദ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IoT ആൻഡ് ഡിജിറ്റൈസേഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം IoT ആൻഡ് ഡിജിറ്റൈസേഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. IoT and digitization are terms that are used interchangeably, but they are key difference. ഓക്കെ, അതായത് നമ്മൾ IoT ഡിജിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്തും എല്ലാം പറഞ്ഞ കാര്യമാണ്. പക്ഷേ അതിന് അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. IoT എന്ന് പറഞ്ഞാലും ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞാലും അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളത് പറയാൻ പോവാം. IoT ഫോക്കസ് ഓൺ കണക്റ്റിംഗ് തിങ്സ്. അതായത് നമ്മൾ പറഞ്ഞു, അതായത് ഓരോ സാധനങ്ങളെ കണക്റ്റിംഗ് തിങ്സ് എന്ന് പറഞ്ഞ ഡിവൈസുകളെ എല്ലാം കണക്ട് ചെയ്യുന്ന അതിനെയാണ് IoT ഫോക്കസ് ചെയ്യുന്നത്. സച്ച് ആസ് ഒബ്ജക്ട്സ് ആൻഡ് മെഷീൻസ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സച്ച് ആസ് ദി ഇൻ്റർനെറ്റ്. അപ്പം തിങ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒബ്ജക്ട്സ് അല്ലെങ്കിൽ മെഷീൻസ്. അതുപോലെ ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിനെയും ഒബ്ജക്ട്സ്, മെഷീൻസ് ഇതിനെ എല്ലാം കൂടെ കണക്ട് ചെയ്യുന്നതിനെയാണ് എന്താണ് ആര് ഫോക്കസ് ചെയ്യുന്നത്? IoT ഫോക്കസ് ചെയ്യുന്നത്. സോ IoT ഫോക്കസ് ഓൺ കണക്റ്റിംഗ് തിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്ജക്ട്സ് ആൻഡ് മെഷീൻസ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ തിങ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ് ആൻഡ് മെഷീൻസ്. ആ തിങ്സിനെ എന്തിനെ കണക്ട് ചെയ്യുന്നു? ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇൻ്റർനെറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസ് ഓൺ കണക്ഷൻ ഓഫ് തിങ്സ് വിത്ത് ഡാറ്റ ദേ ജനറേറ്റ് ആൻഡ് ബിസിനസ് ഇൻസൈറ്റ്സ് ദാറ്റ് റിസൾട്ട്. ഓക്കെ, ഡിജിറ്റൈസേഷൻ പറയുന്നത് എന്താണ്? ഫോക്കസസ് ഓൺ കണക്ഷൻ ഓഫ് തിങ്സ്. നേരത്തെ കണക്റ്റിംഗ് തിങ്സ് എന്നായിരുന്നു അല്ലെ, ഇതെന്ന് പറഞ്ഞാൽ കണക്ഷൻ ഓഫ് തിങ്സ് വിത്ത് ദ ഡാറ്റ ദേ ജനറേറ്റ്. അപ്പോൾ ആ തിങ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒബ്ജക്ട്സ് അല്ലെ മെഷീൻസ്. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡാറ്റ. ആ ഡാറ്റേനെയും ബിസിനസ് ഇൻസൈറ്റ്സ് ദാറ്റ് റിസൾട്ട്. അപ്പോൾ അതിൻ്റെ ബിസിനസ് ഇൻസൈറ്റുകളെയും അതിൻ്റെ കണക്ഷനെ പറയുന്നതിനെയാണ് ഡിജിറ്റൈസേഷൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ IoT എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കണക്റ്റിംഗ് തിങ്സ് സച്ച് ആസ് ഒബ്ജക്ട്സ് ആൻഡ് മെഷീൻസ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സച്ച് ആസ് ദ ഇൻ്റർനെറ്റ്. ഇവിടെ എന്താ പറഞ്ഞത്? ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഓഫ് തിങ്സ്, അതായത് വിത്ത് ദ ഡാറ്റ ദേ ജനറേറ്റ് ആൻഡ് ബിസിനസ് ഇൻസൈറ്റ്സ് ദാറ്റ് റിസൾട്ട്. അപ്പം ആ ഒരു ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മെഷീൻ ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റയും അതുപോലെ അതിൻ്റെ ബിസിനസ് ഇൻസൈറ്റ്സ്, അതുകൊണ്ടുണ്ടാകുന്ന ബിസിനസ്സിൻ്റെ ഉണ്ടാകുന്ന കാര്യങ്ങളും അതൊക്കെ തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഡിജിറ്റൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇനി ഷോപ്പിംഗ് മാൾ, നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോകുമ്പം വേർ വൈഫൈ ലൊക്കേഷൻ ട്രാക്കിംഗ് ഹാസ് ബീൻ ഡിപ്ലോയ്ഡ്. അപ്പം ഒരു ഷോപ്പിംഗ് മാളുണ്ട്, അവിടെ ഒരു വൈഫൈ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം അവിടെ കൊടുത്തേക്കാണ്. അപ്പോൾ അവിടുത്തെ തിങ് എന്താണ്? വൈഫൈ ഡിവൈസ് അല്ലേ. നമ്മൾ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴും പറഞ്ഞു തിങ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മെഷീനാണ്. അപ്പോൾ ഇവിടെ ഒരു ഡിവൈസ് ഉണ്ട്, വൈഫൈ ഡിവൈസ്. അതാണ് നമ്മുടെ ഇവിടുത്തെ തിങ് എന്ന് പറയുന്നത്. Wi-Fi location tracking is simply the capability of knowing where a customer is in a retail environment through his or her smartphone's connection to the retailer's Wi-Fi network. അപ്പോൾ ഒരു റീറ്റെയിലറിൻ്റെ വൈഫൈ നെറ്റ്വർക്ക് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു കസ്റ്റമർ എവിടെയാണ് ഉള്ളത്. ഓക്കെ, വൈഫൈ ലൊക്കേഷൻ ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു capability of knowing where a customer in a retail environment. ഒരു റീറ്റെയിൽ എൻവയോൺമെൻറ്റിൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എവിടെയാണ് എന്ന് അയാളെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ബൈ ഹിസ് ഓർ ഹെർ മൊബൈൽ സ്മാർട്ട് ഫോൺസ് കണക്ഷൻ ടു ദ റീറ്റെയിലേഴ്സ്. ആ ഒരു റീറ്റെയിലറിൻ്റെ വൈഫൈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന അവരുടെ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് നമുക്ക് ആ കസ്റ്റമറിനെ അല്ലെങ്കിൽ കൺസ്യൂമറിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രാക്കിംഗ് റിയൽ ടൈം ലൊക്കേഷൻ ഓഫ് വൈഫൈ ക്ലയൻറ്റ് പ്രൊവൈഡ് എ സ്പെസിഫിക് ബിസിനസ് ബെനിഫിറ്റ് ടു ദ മാൾ. അപ്പോൾ അങ്ങനെ ഒരു കസ്റ്റമർ റിയൽ ടൈം ലൊക്കേഷൻ വെച്ചിട്ട് വൈഫൈ ക്ലയൻസിനെ
എന്താണ് ട്രാക്ക് ചെയ്യുന്ന വഴി എന്താ സംഭവിക്കുന്നത്, ഒരു സ്പെസിഫിക് ബിസിനസ് ബെനിഫിറ്റ് ആ മോളിനും അതുപോലെ തന്നെ അതിൻ്റെ ഷോപ്പ് ഓണറിനും ഉണ്ടാവുന്നുണ്ട്. സോ ഇതാണ് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, ഡിജിറ്റൈസേഷന് ഒരു എക്സാമ്പിളാണ്. ഇനി അടുത്ത്, ഡിജിറ്റൈസേഷൻ ഇസ് ദ കൺവേർഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ ടു എ ഡിജിറ്റൽ ഫോർമാറ്റ്. അപ്പോൾ ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, വാക്കിൽ തന്നെ ഡിജിറ്റൈസേഷൻ, അതായത് ഒരു ഇൻഫർമേഷനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനെ നമുക്ക് ഡിജിറ്റൈസേഷൻ എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രി ഹാസ് ബീൻ ഡിജിറ്റൈസ്ഡ്. നമ്മൾ ഈ പറയും ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് ഇപ്പം ഡിജിറ്റൈസ്ഡ് ആണ്. ഡിജിറ്റൈസേഷൻ ഓഫ് ഫോട്ടോഗ്രാഫി ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് അവർ എക്സ്പീരിയൻസ് വെൻ ഇറ്റ് കംസ് ടു ക്യാപ്ചറിങ് ഇമേജസ്. നമ്മളൊരു ഇമേജസിനെ ക്യാപ്ചർ ചെയ്യുമ്പം അതിൻ്റെ ഫോട്ടോഗ്രാഫി ഫീൽഡ്, ആ ഒരു ഡിജിറ്റൈസേഷൻ ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് കംസ് ഇൻ ടു ക്യാപ്ചറിങ് ഇമേജസ്. ഓക്കെ, നെക്സ്റ്റ് അപ്പം നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടത്, IoT ആൻഡ് ഡിജിറ്റൈസേഷൻ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അവിടെ ഒരു ഡിഫറൻസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ നമുക്ക് ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. IoT എന്ന് പറഞ്ഞാൽ തിങ്സിനെ കണക്ട് ചെയ്യുന്നു ടു എ നെറ്റ്വർക്ക്. പക്ഷെ ഇവിടെ എന്താണ്, കണക്ഷൻ ഓഫ് തിങ്സിനെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റയും അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന ബിസിനസ് ഇൻസൈറ്റ്സും, ഇതിനെക്കുറിച്ചൊക്കെയാണ്, ആ ഒരു കണക്ഷൻ ഓഫ് തിങ്സിനെയാണ് ഡിജിറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് IoT ഇമ്പാക്റ്റ്. എന്താണ് IoT ഇമ്പാക്റ്റ് എന്ന്? ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. എപ്പോഴും ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഞാൻ ഈവൻ 2019 IoT ഫസ്റ്റ് ബാച്ച് അവർക്ക് ഈ എക്സാമിൽ IoT ഇമ്പാക്ട്സിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ പലതവണ റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു എവരി വൺ. സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട്. നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ അയക്കുക, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവിൻ്റെ ലിങ്ക് ഇടാൻ നോക്കാം. ഓക്കെ, സോ വൺസ് അഗെയിൻ ലൈക്ക് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.